ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടാണല്ലോ എൻ്റെ സ്കിൻ ഗ്ലോയിനെ കുറിച്ചാണ്. കാരണം ഈ ടോപ്പിക് എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയാമെന്നുള്ളവർക്ക് അറിയാം. എൻ്റെ സ്കിന്നിന് നല്ല ഡാർക്ക് കളറായിരുന്നു. നോർമലി എൻ്റെ സ്കിന്ന് വൈറ്റ് ടോൺ ഉള്ള ഒരു സ്കിന്നാണ്. മുന്നേ എന്നെ അറിയാനുള്ളവർക്ക് ഇപ്പോൾ എന്നെ കാണുമ്പോൾ അവർ വിചാരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രീം തേച്ചിട്ട് ഈ കളർ വന്നതാണോ എന്നൊക്കെ വിചാരിക്കും. കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും തേച്ചിട്ടോ അങ്ങനെ ഒന്നും വന്നതല്ല. ഇത് യൂസ് ചെയ്യാറുണ്ട്. നോർമൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാറുണ്ട് ഫേസ് പാക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് ക്രീം അങ്ങനെ യൂസ് ചെയ്യും. മോയ്സ്ചറൈസർ, സെറം അങ്ങനത്തെ ക്രീംസൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. കോളേജ് വരെ പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. നമുക്ക് വെയിലടിക്കുമ്പോൾ നമ്മൾ സ്കിന്ന് ഡള്ളാവും, ടാൻ അടിക്കും എന്നുള്ളൊരു അതൊന്നും എനിക്ക് ആ ബോധമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇക്കരോടെ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്കിന്നിന് കെയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ യൂട്യൂബ്സിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണാനും അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയത്. റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒരുപാട് പാക്സ് യൂസ് ചെയ്യാറുണ്ട്. ഫേസ് പാക്ക് ആയാലും ബോഡിയിലും കയ്യിലും ഒക്കെ ഒരുപാട് പാക്ക്. അതിൻ്റെ ഗ്ലോയും എൻ്റെ ഫേസിൽ വരുന്നുണ്ട്. പണ്ടാണെങ്കിൽ നമ്മൾ നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല കറക്കും. ആ ഒരു കളറാണ് എൻ്റെ ചുറ്റുമുള്ളത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇക്ക ഇപ്പോഴും പറയും നിന്നെ കണ്ടപ്പോൾ നിന്നെ കാണാൻ ആദ്യം കണ്ടപ്പോൾ നല്ല കറുത്തിട്ടാണ്, പക്ഷെ നിന്നിപ്പം നല്ല കളർ വെച്ച് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയും കൂടെ ഇത് എനിക്കിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെയിലടിക്കുമ്പം നമ്മൾ സ്കിന്നെ നന്നായിട്ട് കറക്കും. ഞാനാണെങ്കിൽ കോളേജിൽ നിന്നും വെയിലത്ത് വാങ്ങുമ്പോൾ തേരാപ്പാര നടക്കും. എനിക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും വെയിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. അതൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. നമ്മൾ വെയിലടിക്കണമെന്നാണ് ഇങ്ങനെ കറക്കുന്നത് എന്നറിയത്തില്ല. കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ലീവൊക്കെ വരുമ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് 2 മാസത്തെ ലീവൊക്കെ വരുമ്പം വീട്ടിൽ തന്നെ ഇരിക്കും. വീട്ടിൽ നിന്ന് വെളിയിറങ്ങുന്നില്ല. ആ സമയമൊക്കെ ആകുമ്പം നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ ചെല്ലുമ്പം സ്കിന്ന് നല്ല ഗ്ലോ ആവും, നല്ല വെളുത്തിട്ടിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കും നീ എന്തോ എനിക്ക് കൂടെ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കാം. കോളേജിൽ എനിക്ക് എപ്പോഴും സമയം കിട്ടാറില്ല. ഈ ലീവ് വരുന്ന സമയത്ത് ഇതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ സെമിസ്റ്റർ ലീവ് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വെളിയിറങ്ങത്തില്ലല്ലോ. വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ മഞ്ഞളിടും. മഞ്ഞൾ മാത്രമാണ് ഞാൻ ഇടണം. ഞാൻ ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോഴേ സോപ്പ് ഉപയോഗിക്കത്തുള്ളൂ, മഞ്ഞൾ മാത്രം. അപ്പോൾ എൻ്റെ സ്കിന്ന് ഞാൻ അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിക്കും നീ നല്ല കളർ വെച്ചോ, എന്തൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ ഇപ്പോഴും പ്രഗ്നൻസി ടൈമിൽ ഇക്കരോട് വന്നതിന് ശേഷം എൻ്റെ ഇക്കരയും ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പോൾ ഇക്കരോട് വന്നതിന് ശേഷം ആ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് വെളിയിറങ്ങത്തില്ല 1 മാസത്തോളം. ആ സമയം തൊട്ടാണ് എൻ്റെ സ്കിന്നിന് ചേഞ്ച് വന്ന് തുടങ്ങിയത്. വെയിലടിക്കുന്നില്ല, എൻ്റെ സ്കിന്ന് വെളുക്കാൻ തുടങ്ങി. നമ്മൾ നാച്ചുറലായിട്ടുള്ള ആ ഒരു വൈറ്റ് കളറെ നമുക്ക് ഇപ്പം അതിൻ്റെ മുകളിൽ നമുക്കൊരു കളർ വരുത്താൻ പറ്റത്തില്ല. ആ നാച്ചുറലായിട്ടുള്ള കളറിനെ ഗ്ലോ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ പാക്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ 1 മാസം എൻ്റെ കളർ എനിക്ക് നന്നായിട്ട് ചേഞ്ച് ആയി തുടങ്ങി. നന്നായിട്ട് തന്നെ പറഞ്ഞു, നന്നായിട്ട് ഞാൻ വെളുത്ത് വന്നു. അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ ടൈമിൽ അങ്ങനെ പുറത്തൊന്നും പോകാറില്ല. ഇവിടെ വന്നതിന് ശേഷം പോകുന്നതിന് നൈറ്റൊക്കെ പുറത്തു പോകും, അതിലൊന്നും ഇറങ്ങത്തില്ല. അപ്പം പ്രഗ്നൻ്റ് ആയ സമയത്തും എനിക്കിങ്ങനെ എൻ്റെ സ്കിന്നിൻ്റെ കളർ മാറി കറുപ്പും വെളുപ്പും അങ്ങനെ മാറി. കഴുകുന്നൊക്കെ അറിയില്ല, പിഗ്മെൻറ്റേഷനൊക്കെ ഒരുപാട് വരും പ്രഗ്നൻസി ടൈമിൽ കഴുത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ മാറി വന്നു. പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതിന് ശേഷം പ്രഗ്നൻസി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആകാൻ തുടങ്ങി. ആ ടൈമിലൊക്കെ ഞാൻ ഒരുപാട് പാക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പാക്കുകൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പാക്കുകൾ, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കുറേ പാക്കുകൾ, പിന്നെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് യൂസ് ചെയ്ത പാക്കുകൾ, അതിലെനിക്ക് റിസൾട്ട് വന്ന ഒരുപാട് പാക്കുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണെന്ന് വഴി പറഞ്ഞുതരും. അതിൽ ഏറ്റവും കൂടുതലും എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് തോന്നിയ ഒരു പാക്കാണ് ഇന്ന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് പയർ വേണം. ഇച്ചിരി അധികം പയറെടുക്കുന്നുണ്ട്, കാരണം ഒരാൾക്ക് യൂസ് ചെയ്യാൻ ഇത്ര വേണ്ട, അധികം പയറെടുക്കുന്നുണ്ട് കാരണം ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ, തക്കാളി, തൈര്, പിന്നെ കുറച്ച് പപ്പയ്ക്ക, ഇത്രയും വേണം. പിന്നെ അരിപ്പൊടി ഇടും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാൻ നേരത്ത്.
ആദ്യം നമുക്ക് ഇതിന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം, അരച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് പാലുണ്ട്, കാച്ചിയ പാൽ ബാലൻസ് വന്നതാണ്, അതും കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമുക്കിങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിൽ കുറച്ച് നാരങ്ങ, തക്കാളി, തൈര് കുറച്ചുള്ളൂ. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം നാരങ്ങ നീര് പിഴിഞ്ഞ് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ചരിച്ചു. നമുക്ക് 25 മിനിറ്റ്സ് ഒക്കെ നമുക്ക് കയ്യിൽ വെച്ചിട്ടാം. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുമ്പോൾ വൈപ്പ് ചെയ്താൽ അപ്പോൾ ഡിഫറൻസ് കാണിച്ചു തരാം. 20 മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കാം. നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാം. ഇവിടെ നിന്ന് ഇത്രയും വേറൊരു കളറ്, ഇവിടെ നിന്ന് ഇത്രയും വേറൊരു കളർ. നമുക്കറിയാൻ പറ്റുന്നുണ്ട് ആ ഡിഫറൻസ്. നോക്ക്, ഇവിടെ നിന്ന് ഇത്രയും വേറൊരു കളർ, ഇവിടെ നിന്ന് ഇത്രയും വേറൊരു കളർ. സൂപ്പർ സാധനമാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഒക്കെ ഇത് ട്രൈ ചെയ്യണം. ഇത് കിട്ടുമ്പോൾ സഡൻ ബ്രൈറ്റ്നെസ് കിട്ടും. അത് എപ്പോഴും നിൽക്കണമെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഇത് ഡെയിലി നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. എനിക്ക് ഈ ഗ്ലോ നമ്മുടെ ഫേസിൽ എപ്പോഴും നിൽക്കും. നമ്മൾ ടാനൊക്കെ പോകാനും സ്കിൻ ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആവാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഇനി ഒരുപാട് പാക്കുണ്ട്, ഞാനായിട്ട് കണ്ടുപിടിച്ചിരുന്ന ഒരുപാട് പാക്സ് ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാം നല്ല എഫക്റ്റീവായിട്ട് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് എഫക്റ്റായിട്ടുള്ള കുറച്ച് പാക്കുകളാണ്. കണ്ടോ ഡിഫറൻസ് കണ്ടോ, നമുക്ക് മനസ്സിലാകണ്ട. രണ്ടിൻ്റെ ഞാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുറേ പാക്സാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം എല്ലാം പറഞ്ഞുതരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.